സിവൈഎം യുവജനങ്ങളെ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എത്തിച്ചു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവത്തിന്റെ പിന്നോടിയായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കണ്ണൂര് ഉദയഗിരി ഇടവകക്കാരിയായിട്ടുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലിയുടെ അഭിമാനമായിട്ടുള്ള ഇളവൂരുകാരി സിസ്റ്റർ പ്രീതി മേരി സിസ്റ്ററിന്റെയും അന്യായമായിട്ട് തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന, അറസ്റ്റ് ചെയ്തിരിക്കുന്ന, മതപരിവർത്തനത്തിന്റെ പേരില് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ 2 സഹോദരിമാർക്കും നീതി ആണ് ഇന്ന് അവർ തടങ്കിൽ നടത്തപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ KCYM എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ സദസ്സാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളല്ലെങ്കിൽ പിന്നാര് എന്ന ചോദ്യത്തിന് KCYM എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ യുവാക്കൾക്ക് ഒരു എല്ല് കൂടുതൽ തന്നെയാണ്. പ്രതികരിക്കാനുള്ള ശേഷിയുള്ള ഒരു പറ്റം യുവാക്കളുള്ള ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത. ആ അതിരൂപതയിലെ യുവാക്കൾ ഇവിടുത്തെ അധികാരികളോട് ചോദിക്കുകയാണ്, എന്ന് കിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി, എന്ന് നടക്കാൻ സാധിക്കും ഞങ്ങളുടെ മതം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പേരില് ജയിലിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ സിസ്റ്റേഴ്സിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ പ്രവർത്തിച്ചവർക്ക് എതിരെ പ്രതിഷേധവുമായിട്ടാണ് എറണാകുളം KCYM യുവജനങ്ങൾ കൂടെ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ആഘോഷം നടത്തും. നമ്മുടെ ദേവാലയങ്ങളിലും സ്കൂളുകളിലും എല്ലാം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ആ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം 1947 നമുക്ക് സ്വാതന്ത്ര്യം. KCYM ഫൊറോന ഭാരവാഹികളെ ഇന്ന് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമേ തന്നെ അന്യായമായി ജയിലിലടയ്ക്കപ്പെട്ട നമ്മുടെ 2 സിസ്റ്റേഴ്സിനോടുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഒപ്പം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ പ്രാർത്ഥനകളും ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഉറക്കെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഈ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായി ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ പുറകിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതേ ആവേശത്തോടും അതേ ഊർജ്ജസ്വലതയോടും കൂടി പറയാൻ സാധിക്കണം, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. എനിക്ക് നന്നായിട്ട് അറിയാം, അത് നിങ്ങളിവിടെ കാണിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ആദ്യമേ തന്നെ ഞാൻ മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങളോട്, ഞാനൊരു പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയും, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ മതങ്ങളിലും മൂല്യം കണ്ടതും എല്ലാ മൂല്യങ്ങളിലും മതങ്ങൾ കണ്ടതും ആയ ഒരു മനുഷ്യൻ നമുക്കുണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ അഹിംസാവാദി എന്ന് വിളിക്കുന്ന ലോകരാജ്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കണ്ടു. മഹാത്മജി 9 പേരടങ്ങുന്ന ഹിന്ദു തീവ്രവാദ സംഘടന അദ്ദേഹത്തെ 1948 ജനുവരി 30 വൈകിട്ട് 5:17 നിറയൊഴിച്ചു, അദ്ദേഹത്തെ വധിച്ചു. നമുക്കറിയാം ആ കാര്യങ്ങൾ സൂരജ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവം ഇതിനു മുമ്പേ ഒറ്റപ്പെട്ടതും അല്ലാതെയുമായി നമ്മളുടെ ഇന്ത്യൻ എന്ന മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ക്രൈസ്തവരെന്ന യേശുവിന്റെ പിൻഗാമികൾ എന്ന പേരിൽ പലതും മറക്കാനും സഹിക്കാനും പൊറുക്കാനും നമുക്ക് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ വീണ്ടും വീണ്ടും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചരിത്രം ആവർത്തിക്കാനാണോ ഈ സിസ്റ്റേഴ്സിനെ തുറങ്കിലടയ്ക്കപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സിസ്റ്റർ बोलो 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 फिर से बोलो हिंदुस्तानी देश हमारी मिट्टी हमारी हक हमारी हिंदू मुसलमान
मुसलमान हम एक इसराई साथ रहेंगे। हम इधर ही वही दे, हम इधर ही रहेंगे, हम इधर ही जाएंगे, हम इधर ही मरेंगे। हम कुछ भी करना, तुम कुछ भी कर लो, हम नहीं चुकेंगे। बोलो बोलो फिर